തന്റെ ഫോൺ അർച്ചനയ്ക്ക് കൊടുക്കുന്ന രേവതി. ഇതിന്റെ ഉപയോഗം എത്ര വലുതാന്ന് അച്ചുവേച്ചിക്ക് അറിയില്ലേ? അർച്ചന റോസ് മലയിലുണ്ടെന്നറിഞ്ഞ സുധി റോസ് മലയിലേക്ക് പുറപ്പെടുന്നു. പക്ഷേ സുധി എത്തുന്നതിന് മുമ്പേ അർച്ചന അമ്പാടി വീട്ടിൽ നിന്നിറങ്ങുന്നു. സുധിയെ വഴിയിൽ വെച്ച് കാണുന്ന അർച്ചന. രാത്രി മഴ തുടരുന്നു. അമ്മേ, കൂടെ പോണമെന്ന് ആഗ്രഹിച്ചതാ. പാവം ഒറ്റയ്ക്കൊരു വീട്ടിൽ ചെന്ന് നിൽക്കാനാ പോയത്. കെട്ടിച്ചു വിട്ടാൽ ഈ വിഷമം ഉണ്ടാവില്ലായിരുന്നു. അമ്മേ, ഞങ്ങൾ ആര്യങ്കാവ് വരെ പോവാ. ആര്യങ്കാവിലോ? എന്തിന്? ഒരു സാധനം മേടിക്കാനാ. എങ്കിലാ ജീപ്പിൽ പോയിക്കൂടായിരുന്നോ? ഇനി എവിടെയും പോകണ്ട. ചേച്ചി അമ്മയോട് കാര്യം പറ. എന്താടേ? അച്ചുവേച്ചിയുടെ വിവരങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ? അതിനുവേണ്ടി ഞാൻ എന്റെ ഫോൺ അച്ചുവേച്ചിയുടെ കൊടുത്തു വിട്ടു. ഏതായാലും നിനക്ക് അങ്ങനെ ഒരു നല്ല മനസ്സ് വന്നല്ലോ മോളെ. ആദ്യം അച്ചുവേച്ചി വാങ്ങാനൊന്നും കൂട്ടാക്കിയില്ല. ഞാൻ പിന്നെ അടിച്ചേൽപ്പിച്ചതാ. അപ്പോ നിന്റെ അച്ഛൻ ആ ഫോണിലേക്ക് വിളിക്കില്ലേ? അച്ചുവേച്ചി അച്ഛന്റെ കോൾ എടുക്കില്ല. ഒരു ഫോൺ വാങ്ങണം, അതിനാ പോകുന്നേ. അതിന് കാശൊക്കെ ഉണ്ടോ കയ്യില്? ഒരു ഫോൺ വാങ്ങാനുള്ള കാശൊക്കെ ഉണ്ട്. എന്നാ നിങ്ങൾ ചെല്ലേ, വേഗം തിരിച്ചിങ്ങി വരണം. ശരി അമ്മേ, വാ അമ്പിളി പോവാം. എന്തിനാ അവര് തിരിച്ചു വന്നത്? കുഞ്ഞെന്താ ഇവിടെ? മുഴുവൻ ആളുകളെയും പറ്റിച്ച് ഈ മലയിൽ വന്ന് ജീവിച്ചാൽ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ നിങ്ങൾ? എന്തൊക്കെ കള്ളങ്ങളാ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞുണ്ടാക്കിയത്? ഞങ്ങളെ ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ നീ സമ്മതിക്കില്ലേ കുഞ്ഞെ? നിങ്ങളുടെ സമാധാനം കെടുത്താൻ ഞാൻ ഒരിക്കലും വന്നിട്ടില്ല. എന്റെ ജീവിതവും സമാധാനവും ഇല്ലാതാക്കിയത് നിങ്ങളാ. അർച്ചനെ വിളിക്ക്. എന്റെ നോട്ടമെത്താത്ത ദൂരത്ത് കൊണ്ടുവന്ന് കാവലിരിക്കില്ലേ നിങ്ങള്? അവളെ ഇങ്ങോട്ട് വിളിക്കാൻ. അർച്ചനെ വിളിക്കാൻ. അർച്ചന ഇവിടെ ഇല്ല. അവളുടെ വിവാഹം കഴിഞ്ഞെന്ന് കള്ളം പറയാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അത് എന്നോട് വേണ്ട. എനിക്കെല്ലാം അറിയാം. നിങ്ങൾ അവളെ വിളിക്കുന്നോ ഞാൻ കയറി നോക്കണോ? എന്റെ വീട്ടിൽ കയറി നോക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ? സുധി, അവിടെ നിൽക്ക്. അവിടെ നിൽക്കാനാ പറഞ്ഞേ. ഈശ്വരൻ കാത്തു. നല്ല നേരത്തെ അവള് പോയത്. അർച്ചന, 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 അർച്ചന. അവളെ ഏത് മുറിയിൽ അടച്ചിട്ടേക്കുന്നെന്ന് കണ്ടോ? ഏതെങ്കിലും പൂട്ടിയ മുറി ഉണ്ടെങ്കിൽ പറ, തുറന്നു തരാം. അവളെവിടെയുണ്ട്? ഞങ്ങൾ ഈ നാട്ടിലോട്ട് വന്നിട്ട് കുറച്ചു നാളെ ആയുള്ളൂ. അതിനു മുമ്പ് തമിഴ്നാട്ടിലായിരുന്നു. അവിടെ വെച്ചാ അവിടെ കല്യാണം നടന്നത്. അവളിപ്പം കോയമ്പത്തൂരുണ്ട്. ഇനിയും എന്നോട് കള്ളം പറയരുത്. കുഞ്ഞു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഞാൻ സത്യ പറഞ്ഞേ. അർച്ചനയുടെ കല്യാണം കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. എന്റെ മക്കള് പഠിക്കാൻ പോയിരിക്കുക. അങ്ങേരെ ഓട്ടത്തിനും പോയി. അർച്ചനയുടെ കല്യാണം കഴിഞ്ഞില്ലാന്ന് ഞാൻ അറിഞ്ഞല്ലോ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? പറഞ്ഞവരോട് എന്ന് ചോദിക്കും. അല്ല പിന്നെ കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പിള്ളേരുടെ അച്ഛൻ പറഞ്ഞല്ലോ. വീട്ടിൽ ഒരുത്തി ഇരുത്തിയിട്ട് പരിചയക്കാരിയെ തിരക്കി വരാൻ നാണമില്ലേ? കുഞ്ഞിന് നാണമില്ലായിരിക്കും. അർച്ചനയോ അവിടെ ഭർത്താവോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഞങ്ങൾ ഈ ദ്രോഹിച്ചതൊന്നും പോരെ.
ഒരിക്കലും അവളെ കൂടെ കൊണ്ടുപോയതല്ലേ? അതോർത്തിട്ട് അടങ്ങിയിരിക്കാൻ കഴിയാതെ വീട് തേടി വന്നിരിക്കുന്നു. അതും താലി കെട്ടിയ പെണ്ണിനെ വീട്ടിലിരുത്തിയിട്ട്. കൊള്ളാം. എന്റെ ദൈവങ്ങളെ, ആരോടും അന്വേഷിക്കാതെ പോയാ മതിയായിരുന്നു. ഇറങ്ങി വാ. പത്തനംതിട്ടയ്ക്ക് പോകാമെന്ന് തന്നെയാ ഇന്നലെ അവരെ കരുതിയത്. രാവിലെ അവിടെ നിന്ന് വിളി വന്നു, നിന്നെ നിർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയിട്ട് നിന്നെ കൂടെ നിർത്താൻ മറ്റൊരിടമില്ലാതായി. ഇത് കള്ളുകാർത്തേനയുടെ വീടല്ലേ? അത് പിന്നെ നിനക്കെങ്ങനെ അറിയാം? ചിറ്റപ്പൻ വീട്ടിൽ ആരോട് പറഞ്ഞില്ലെങ്കിലും എന്നെ കൊണ്ടുപോകുന്നത് കാർത്തിയാനിയുടെ അടുത്തേക്കാണെന്ന് എനിക്കറിയാമായിരുന്നു. അത് മനസ്സിലാക്കി തന്നെയാ ഞാൻ ചിറ്റപ്പൻ്റെ കൂടെ ഇറങ്ങി വന്നത്. എവിടെയായാലും എനിക്കൊന്നുമില്ല. എന്റെ പ്രസവം വരെ കഴിയാൻ ഒരിടം കിട്ടിയാൽ മതി. നീ എത്തിയോ? കേറി വാ. ഇന്ന് രാവിലെ രായപ്പേട്ട എന്നെ വിളിച്ചത്, മോളെ എവിടെ നിർത്താമോന്ന് ചോദിച്ചു. രായപ്പേട്ടൻ ചോദിച്ചാ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? നിന്നെ ഇങ്ങനെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. രായപ്പേട്ടന്റെ വീട്ടിൽ കഴിഞ്ഞതിനെക്കാട്ടി സൗകര്യം മോൾക്ക് ഇവിടെ ഉണ്ട്. നിന്റെ കാര്യങ്ങൾക്ക് ഒരു മുടക്കവും വരാതെ ഞാൻ നോക്കിക്കോളാം. വാ, കേറി വാ. ഞാനിനി അങ്ങോട്ട് കയറുന്നില്ല, ഇന്ന് ഓട്ടത്തിന് പോകേണ്ടതാ. എന്നാ രായപ്പേട്ടൻ ചെല്ല്. അർച്ചനയുടെ കാര്യം ഞാൻ ഏറ്റു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഇനി രായപ്പേട്ടന്റെ ഒരാവശ്യവും വരില്ല. എന്നാ ഞാൻ ഇറങ്ങിയ. ശരി ചിറ്റപ്പ. വാ മോള് വാ. ഇതാ നിനക്ക് വേണ്ടി ഒരുക്കിയ മുറി. ഇഷ്ടായോ? തലചായ്ക്കാൻ ഒരിടം മാത്രം പ്രതീക്ഷിച്ചാ ഞാൻ വന്നത്. നല്ല കാര്യായി. നിന്നെ നോക്കുന്നതിന് രായപ്പേട്ടൻ എനിക്ക് കാശ് തരുന്നുണ്ട്. ഒന്നിനും ഒരു കുറവ് വരേണ്ട കാര്യമില്ല. ഞാൻ ചേച്ചിയോട് മോശമായിട്ട് പലപ്പോഴും പെരുമാറിയിട്ടുണ്ട്. അന്നത്തെ എന്റെ മാനസികാവസ്ഥ വെച്ച് പറഞ്ഞു പോയതാ. ചേച്ചി എന്നോട് ക്ഷമിക്കണം. നീയേ ജീവിതം എന്താന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ പറഞ്ഞതൊന്നും എന്റെ മനസ്സിലോട്ട് കേറിയിട്ടുമില്ല. നിന്നോട് എന്തെങ്കിലും നീരസം ഉണ്ടെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ പറയുമോ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് തന്നെ വയറ്റിലൊരു കുഞ്ഞ് ജന്മം എടുത്തിട്ടുണ്ടെന്ന് സംശയിച്ചിട്ടാ. ചേച്ചിയോട് അങ്ങനെ പറയുമ്പോഴും എന്റെ മനസ്സിൽ അതുണ്ടായിരുന്നു. എന്നാലേ എന്റെ മനസ്സിൽ നിന്നെ വെറുക്കാനും മാത്രം ഒന്നുമില്ല. നിനക്കൊരു നല്ല ജീവിതം കിട്ടിക്കോട്ടെ എന്ന് കരുതിയ രാഘവന്റെ ആലോചന കൊണ്ടുവന്നത്. പക്ഷേ അവൻ കിടപ്പിലുമായി നിന്റെ കാര്യം ഇങ്ങനെയായി. എന്തായാലും പ്രസവകാലം വരെ നിനക്കിവിടെ നിൽക്കാം. പിന്നെ നീ ആരാണെന്ന് നാട്ടുകാരൊക്കെ ചോദിക്കും. എന്റെ വല്യച്ഛന്റെ മോന്റെ കെട്ടിയോളെന്നായിരിക്കും ഞാൻ എല്ലാവരോടും പറയുന്നത്. അങ്ങനെ ഒരുത്തനുണ്ട്. അവൻ മുംബൈയിലേതോ കമ്പനിയില്ല. പ്രസവത്തിന് നിന്നെ എന്റെ അടുത്ത് വിട്ടെന്നാവും ഞാൻ എല്ലാവരോടും പറയുന്നത്. പ്രസവ സമയത്ത് അവൻ വരുമെന്നും പറയാം. ചോദിക്കുന്നവരോട് നീയും അങ്ങനെ പറയാവൂ. നമ്മൾ രണ്ടു വിധത്തിൽ പറയാൻ പാടില്ല. അതുകൊണ്ടാ. എനിക്ക് മനസ്സിലായി ചേച്ചി.
എന്നാലേ മുറിയടിച്ച് നീ കുറച്ച് റെസ്റ്റ് എടുക്ക. ഇനി ഇത് നിന്റെയും വീടാ. കാർത്തിക ചേച്ചിയെ, ആംബ്രോസ് മാർക്കറ്റിൽ പോയതാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? എല്ലാം കിട്ടിയോടാ? കിട്ടിയേച്ചി. പിന്നെ രാപ്പച്ചേട്ടാ പെണ്ണെ കൊണ്ടുവന്നോ? അയാൾ അവളെ കൊണ്ടുവിട്ടിട്ട് പോയി. പെണ്ണൊരിക്കൽ ചേച്ചിയോട് ഉരച്ചതാ. ഇപ്പൊ എങ്ങനെയാ മെരുകിയോ? അവള് മാപ്പ് പറഞ്ഞിട്ട് അകത്ത് കയറിയത്. ഇനി അവക്ക് ഞാനേ ഉള്ളത് നല്ലതുപോലെ മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ്, ഇതെടുത്തുകൊണ്ട് അകത്ത് വെക്ക. ആ പറയടി കാർത്തേനി. പിന്നെ രായപ്പച്ചൻ അവളെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയി. ആ എടി, അവളിപ്പോ നിന്റെ കയ്യിലെത്തിയോ? അതാ എനിക്കറിയേണ്ടത്. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അവളിപ്പോ എന്റെ വീട്ടിലുണ്ട് രാഘവ. ഇനി എന്തിനാടി വെച്ച് താമസിപ്പിക്കുന്നേ? ഞാൻ വണ്ടിയായിട്ട് അങ്ങോട്ട് വരാം. അവളെ കാണാൻ കൊതിയായി. ഇപ്പൊ തന്നെ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോരാ. പെണ്ണു വന്ന് കേറും മുമ്പേ നീ തിടുക്കം കൂട്ടി പുറപ്പെടരുതേ. ഓ, കേട്ടിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യടി. രാഘവ, നീ ഇപ്പൊ എടുത്തു ചാടി ഇങ്ങോട്ട് വരരുത്. അവളെ ഞാനൊന്ന് മെരുക്കി എടുക്കട്ടെ. അതിനുള്ള സമയം നീ എനിക്ക് താ. സമയമാകുമ്പോ നിന്നെ ഞാൻ വിളിക്കും. ആ പെണ്ണിങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ വെക്കട്ടെ? ആ പിന്നെ അവിടുത്തെ വിവരങ്ങളൊക്കെ അപ്പ എന്നെ അറിയിക്കണം. അത് ഞാൻ ഏറ്റു. ആ ഏത് നേരത്തെ അവൻ കേറി വരുതെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഫോൺ ആക്ടിവേഷൻ ആയോ? ഇതുവരെ ആക്ടിവേറ്റ് ആയില്ല. എന്തൊരു കഷ്ടമാ. ആ കടക്കാരൻ പറഞ്ഞ കള്ളോ ചിലപ്പോ നാളെ ആക്ടിവേറ്റ് ആവും. അയ്യോ, അതുവരെ അച്ചുവച്ചിയുടെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റില്ലല്ലോ. വിളിച്ചു മക്കളെ? ഫോൺ ഇതുവരെ റെഡിയായില്ല. അവിടെ എത്താനുള്ള സമയമൊന്നും ആയിട്ടില്ല. എപ്പോഴേ അച്ചുവച്ചി അവിടെ എത്തിയിട്ടുണ്ടാവും. പത്തനംതിട്ട അടുത്താണെന്നാണോ നീ കരുതുന്നേ? കഷ്ടം. അച്ഛൻ അച്ചുവച്ചിയെ കൊണ്ടുപോയത് എവിടേക്കാണെന്ന് അമ്മ കരുതിയിരിക്കുന്നത്? തെന്മലയിലുള്ള കള്ളുകാർത്തിയനയുടെ വീട്ടിലേക്കാ. നീ എന്താടി പറഞ്ഞ? അമ്മ അവളോട് ചാടിക്കടിക്കണ്ട. അവള് പറഞ്ഞതാ സത്യം. അച്ഛനതെന്നോട് പറഞ്ഞത്. അപ്പോ ഏതു നേരം ആഭാസന്മാരെ കേറി ഇറങ്ങുന്ന വീട്ടിലേക്കാണോ അവളെ കൊണ്ടുപോയത്? അച്ചുവച്ചിയെ താമസിപ്പിക്കാൻ കാർത്തിയാനി വേറൊരു വീടെടുത്തിട്ടുണ്ട്. അങ്ങോട്ടാ കൊണ്ടുപോയത്. അറിഞ്ഞിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോടി രേവതി. അറിഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തേനെ? കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് അച്ഛനോട് പറയൂ. അമ്മ പറഞ്ഞാലൊന്നും അച്ഛൻ കേക്കില്ല. കാർത്തിയാനിക്ക് കാശ് കൊടുത്ത് വീടെടുപ്പിച്ചത് അച്ഛനാ. ഈശ്വര, എന്തൊക്കെയാ കേൾക്കുന്നേ? ഇനി അവൾ എന്ത് ചെയ്യും? അയ്യോ, അവിടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ലല്ലോ. എങ്കിലും അങ്ങേര് എന്നോട് ഈ ചതി ചെയ്തല്ലോ. എങ്ങോട്ടാ പോകുന്നോന്ന് അറിഞ്ഞിട്ടാ അച്ചുവച്ചി കൂടെ പോയത്. അമ്മയോട് ഞാനത് പറയാതിരുന്നത് അമ്മ ബഹളം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാ. പറഞ്ഞെങ്കിൽ അച്ഛൻ തീരുമാനം മാറ്റത്തുമില്ല. അച്ഛൻ എന്നോടുള്ള വിശ്വാസം ഇല്ലാതാവുകയും ചെയ്യും. ഇക്കാര്യം രേവതി ചേച്ചി പറഞ്ഞതേ അമ്മ അച്ഛനോട് ഭാവിക്കരുത്. അച്ഛന്റെ നീക്കങ്ങൾ അറിയണമെങ്കിൽ രേവതി ചേച്ചി അച്ഛന്റെ വിശ്വസ്തയെ കൂടെ കാണണം. എന്റെ മോള്, ഇനി ഞാൻ ആരോടാ പറയുന്നത്? എനിക്ക് വയ്യ. ചേച്ചി ഒരു കോൾ ചെയ്ത് നോക്കിയേ. കിട്ടുന്നില്ല. സ്നേഹ ഊണ് കഴിച്ചോ? ഊണ് കഴിച്ചിട്ടമ്മ ഞാൻ ഇറങ്ങിയത്. ഇവളിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കാണാന്ന് കരുതി. എന്നാ ഞാൻ എന്റെ ചായ എടുക്കാം. കുറച്ച് കഴിയട്ടമ്മേ, ഞങ്ങൾ അങ്ങോട്ട് വരാം. അമ്മ ചെല്ല. ശരി, നീ ഇരിക്കെ. സുധി എവിടേക്ക് പോയെന്ന് പറഞ്ഞില്ലേ?
മുമ്പ് സുധിയുടെ കൂടെ ബാങ്കിൽ വർക്ക് ചെയ്ത ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാന്നാ പറഞ്ഞത്. ബാങ്കിലെ ഫ്രണ്ട്സും കൂടെ ഉണ്ടാവും. എങ്കി ഇനി വൈകിട്ട് നോക്കിയാ മതി. ഞാൻ കോൾ ചെയ്യാത്തതും അതുകൊണ്ടാ. വഴി പിരിയാൻ തീരുമാനിച്ചതല്ലേ നീ? എന്നിട്ട് എന്തായി? എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു സുധി നിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. പകവീട്ടലിൽ കവിഞ്ഞൊന്നുമില്ല സ്നേഹം. എന്റെ കുറവ് സുധി സ്വയം ഏറ്റെടുത്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നീ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. എന്നെ വിവാഹം ചെയ്യാൻ സുധി തയ്യാറായത് എന്തിനാണെന്ന ചോദ്യത്തിന് എനിക്കുത്തരം കിട്ടി. അർച്ചനയെ സുധിയുടെ വീട്ടുകാർ ഒഴിവാക്കിയത് കുടുംബമായിമ്മയുടെ പേര് പറഞ്ഞ. അവളൊരു ലോറിക്കാരന്റെ മകളാണ്. ഇനി സുധി പ്രതികാരം ചെയ്യാൻ പോകുന്നത് ഏതോ ഒരു പെണ്ണ് പഴിച്ചുപെറ്റ കുഞ്ഞിനെ ആ തറവാട്ടിൽ കൊണ്ടുവന്നുകൊണ്ടാണ്. സുധിയുടെ മുന്നിൽ എൻ്റെ കുറവുകൾ ഞാൻ ഏറ്റുപറയാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ വിവാഹം നടക്കില്ലായിരുന്നു. സുധി പ്രതികാരം ചെയ്തതെന്ന് വീട്ടുകാർക്ക് മനസ്സിലായി. സുധി പറയുന്നത് വിശ്വസിക്കരുതെന്നും പറഞ്ഞ് അമ്മ എൻ്റെ മുന്നിൽ വന്നു. നിന്നെ അവർ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അത് തെറ്റു പറയാൻ പറ്റില്ല. അതിൻ്റെ നൊമ്പരം അനുഭവിക്കുന്നത് ഞാനാ. പ്രതി കൂട്ടി നിൽക്കുന്ന പോലെ ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുന്നത്. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഇല്ല, സുധിയുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലല്ലേ എനിക്കത് തോന്നേണ്ടതുള്ളൂ. സുധിയുടെ പെരുമാറ്റത്തിന്റെ ഒരു വശം മാത്രമേ നീ കാണുന്നുള്ളൂ. അതിലെനിക്ക് വേദനയുണ്ട്. സുധിയുടെ വീട്ടുകാരോടുള്ള മനോഭാവം എന്തോ ആയിക്കോട്ടെ, നിന്നോട് സുധി കാണിച്ചത് വലിയൊരു കാര്യമല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ നിനക്ക്? നീ എന്താഗ്രഹിച്ചോ അത് സമ്മതിച്ചു തരികയാ സുധി ചെയ്തത്. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ മുന്നോട്ട് വന്നത് സുധിയല്ലല്ലോ, നീയല്ലേ? നീയല്ലേ അങ്ങനെ ഒരു ആവശ്യം സുധിക്ക് മുന്നിൽ വെച്ചത്? അത് നടന്നില്ലെങ്കിൽ സുധിയെ പിരിയാൻ തീരുമാനമെടുത്തത് നീയല്ലേ? ശരിയാണ്. സുധിയോട് നിനക്ക് കടപ്പാടുണ്ട്. അതൊരു വാക്കി തീരുന്നതല്ല. സുധിയുടെ സങ്കടത്തിലും സന്തോഷത്തിലും നീ എപ്പോഴും കൂടെ ഉണ്ടാവണം. ഒന്നും മോഹിച്ചല്ല. നീ മോഹിച്ചത് സുധി നിനക്ക് തന്നൂന്ന് കരുതണം. ആരെയും ചതിക്കാനോ വേദനിപ്പിക്കാനോ സുധിക്ക് അറിയില്ല. സുധിയെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാ. സുധി നിന്നെ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന ഒരു കാലം ഉണ്ടായ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യമുള്ള പെണ്ണ് നീയാണെന്ന് ഞാൻ പറയും. രായപ്പോ, ആ രായപ്പൻ ഇവിടെ പോയിട്ട് വരിക? ഞാനൊന്ന് തിരുവനന്തപുരം വരെ പോയി ആശാനെ. എന്താ വിശേഷിച്ച്? അർച്ചനെ കൊണ്ടുവിടാൻ പോയതാ. അല്ല, അവൾ എവിടെ കൊണ്ടുപോകാ രായപ്പ? തിരുവനന്തപുരത്ത് വലിയൊരു തുണിക്കടയിൽ അവൾക്കൊരു പണി ഒത്തുവന്നു. ആ, അത് കൊള്ളാമല്ലോ. കല്യാണം മുടങ്ങി വീട്ടിൽ വെറുതെ നിൽക്കുകയല്ലേ. ഒരു പരിചയക്കാരനാ അവിടെ ഒഴിവുള്ള കാര്യം എന്നോട് പറഞ്ഞത്. ഫോട്ടോ വെച്ചൊരു അപേക്ഷ ഞാൻ തന്നെ കൊണ്ടുകൊടുത്തു. എല്ലാ യോഗ്യതയും അവൾക്കില്ലേ, കാണാനും സുന്ദരി. പെണ്ണിനെയും കൂടി ചില അവർ പറഞ്ഞു. രാവിലെ ഇന്റർവ്യൂവും കഴിഞ്ഞു, സെലക്ഷനുമായി. സെയിൽസ് ഗേളായിട്ടാണോ? അല്ലല്ല, ഈ വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ജോലിയാ. കാണാൻ ഭംഗിയുള്ള പിള്ളേരല്ലേ അതിനെ നിർത്തൂ. അപ്പൊ പിന്നെ താമസമൊക്കെ എങ്ങനെയാ? 10-40 പിള്ളേരുണ്ട്. ഹോസ്റ്റല്ല താമസം. അവരുടെ വണ്ടിയിൽ കൊണ്ടുവരും, രാത്രി കൊണ്ടുവിടും. തുടക്കത്തിൽ 10,000 രൂപ ശമ്പളമുണ്ട്. അവള് രക്ഷപ്പെടുന്ന പറഞ്ഞാ പോരെ. ഓ ഓ, അല്ല, അവള് ചാടിപ്പോകുന്നുള്ള ഭയമല്ലേ രായപ്പനുണ്ടായിരുന്നത്? ഇനിയിപ്പോ എവിടെ ചാടി പോകാനാ? ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞില്ലേ. അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെ വീട്ടിൽ പിടിച്ച് വച്ചിട്ട് എന്താ കാര്യം? എനിക്കെന്റെ പിള്ളേരുടെ കാര്യം കൂടി നോക്കണ്ടേ? അത് ശരിയാ. ആശാൻ അറിയാലോ, അവൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു. ഇനിയിപ്പോ അവൾ ആരെങ്കിലും വിളച്ച് കൂടെ പോയാലും ആ ഭാരം ഒഴിഞ്ഞെന്നേ ഞാൻ കരുതൂ. പെണ്ണിന്റെ ചരിത്രം വെച്ച് അങ്ങനെയും നടക്കും. ആശ എങ്ങോട്ടേക്ക് ഇറങ്ങിയതാ? ഞാനേ കുളത്തൂപ്പുഴ വരെ ഒന്ന് പോവാ. കുറച്ച് അങ്ങാടി മരുന്ന് വാങ്ങാൻ വേണ്ടി. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ, വൈകിട്ട് കാണാം. കാണാം. ശരി. പെണ്ണിന്റെ കാര്യത്തില് രായപ്പൻ എന്തോ തരികിട കാണിച്ചിട്ടുണ്ട്. ആ, ഞാൻ അവിടെ ഉണ്ടെന്ന് സുധി എങ്ങനെയോ അറിഞ്ഞു. ഇപ്പോഴും ആ മനസ്സിൽ അർച്ചന ഉണ്ടായിട്ടല്ലേ എന്നെ തേടി വന്നത്. സുധി വീട്ടിലെത്തിയിട്ടുണ്ടാവും. സുധിയെ കണ്ട അമ്പിളി എല്ലാം പറയും.
എന്താ ചേച്ചി ആലോചിക്കുന്നേ? എടാ, അർച്ചനയുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ചേച്ചി എങ്ങനെ അറിഞ്ഞു? ബെല്ലടിക്കുന്നത് ഞാൻ കേട്ടതാ. അത് അവളുടെ കയ്യിലിരിക്കുന്നത് കുഴപ്പമോ ചേച്ചി? ഈ വീട്ടിൽ നിന്ന് അവള് മറ്റാരുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ പാടില്ല. ചേച്ചി ആ ഫോൺ അടിച്ചു മാറ്റണം. ദാ. ആ അവളെവിടെ എത്തിച്ചിട്ടുണ്ട്. എവിടെ എത്തിച്ചെന്നാ? നടക്കണ്ടാടി, തലയ്ക്ക് സുഖമില്ലേ? എന്റെ തലയ്ക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്നെ ഒരു ഭ്രാന്തിയാക്കും. എന്താടി ഇവിടെ ഇവക്ക്? എനിക്കറിയില്ല അച്ഛാ. അർച്ചന പോയതിന്റെ സങ്കടമാ. ഒരു സങ്കടവും വേണ്ട. സ്വന്തം മോളെ പോലെയാ അവരവളെ സ്വീകരിച്ചത്. ഇത്ര പെട്ടെന്ന് നിങ്ങൾ പത്തനംതിട്ടയ്ക്ക് പോയിട്ട് വന്നോ? അർച്ചനെ കൊണ്ടുവിട്ടിട്ട് മുതലാളിയെ കാണാൻ പോകുന്നല്ലേ ഇന്നലെ രാത്രി നിങ്ങൾ എന്നോട് പറഞ്ഞത്? അവളെ അവിടെ കൊണ്ടുവിട്ടിട്ട് ഞാൻ അയാളെ വിളിച്ചു. അപ്പോൾ അയാൾ സ്ഥലത്തില്ല. ഒരു ലോറി കിട്ടി അതിൽ കയറി ഞാനങ്ങ് പോന്നു. എന്തിനാ മനുഷ്യ എന്റെയും പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ നുണ പറയുന്നേ? നിങ്ങൾ അർച്ചനെ കൊണ്ടുവിട്ടത് കാർത്തിയാനിയുടെ വീട്ടിലല്ലേ? അവളെ കൊണ്ടുവിടാൻ നിങ്ങൾക്ക് കാർത്തിയാനിയുടെ വീടല്ലാതെ മറ്റൊരിടവില്ലെന്ന് എനിക്കറിയാം. അതേടി, അവിടെ തന്നെയാ ഞാൻ അവളെ കൊണ്ടുവിട്ടത്. നിന്നോട് പറയാതിരുന്നതാ. എന്നെ ചോദ്യം ചെയ്യാൻ വന്നാണല്ലോ ഒന്ന് കുഴിച്ചുകൂടി ഞാൻ. കേറി പൊടിയാത്ത്. കൊല്ല് കൊല്ല് എന്നെ കൊല്ലെന്ന്. വിടറി. എങ്ങനെ തോന്നി നിങ്ങൾക്ക് അവളെ ഒരു ചാരായ കച്ചവടക്കാരിയുടെ കൈ കൊണ്ട് കൊടുക്കാൻ? ദൈവം നിങ്ങളോട് ചോദിക്കും. ഏത് ദൈവവാടി രാജപ്പനോട് ചോദിക്കാൻ വരുന്നത്? വരട്ടടി, ഞാൻ മറുപടി പറഞ്ഞോളാം. ഇതിന് നിങ്ങൾ അനുഭവിക്കും. നോക്കിക്കോ. ഇനി നിന്റെ നാവ് പൊങ്ങിയ പിഴുതെടുക്കും ഞാൻ. കേറി പൊടിയാത്ത്. വിളിച്ചോണ്ട് പൊടി. ഇവളെങ്ങനെ അറിഞ്ഞടി മോളെ? അത് പിന്നെ അമ്മയ്ക്കെന്തോ സംശയം തോന്നിയച്ചാ. അർച്ചനെ അത് മനസ്സിലാക്കിയടി. അതെങ്ങനെ? അവളിനി അവിടെ നിന്ന് ചാടി പോവോ? അതൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒളിപ്പിച്ചു വെച്ച കാര്യം എങ്ങനെ പുറത്തു പോയെന്നാ? അച്ഛൻ പരിസരബോധം ഇല്ലാതെയല്ലേ മുറ്റത്തിറങ്ങി ഫോണിൽ എപ്പോഴും സംസാരിക്കുന്നത്? അർച്ചന അത് കേട്ട് കാണും. അച്ഛന് രാത്രി വന്നാ പോരായിരുന്നു. പെട്ടെന്ന് പോന്നതാ അമ്മയ്ക്ക് സംശയമായത്. ഇനിയിപ്പോ എല്ലാം അറിയാൻ നമുക്കെന്താടി? അവൾ പോയി, നമുക്ക് സ്വസ്ഥതയും കിട്ടി.